മുണ്ട് മടക്കി കുത്തി ഡൽഹി പോലീസിനോട് കയർത്ത് ജോൺ ബ്രിട്ടാസ് MP. ഗാന്ധി സ്മൃതിയിലേക്കുള്ള മാർച്ചിന് ശേഷം ന്യൂസ് മലയാളത്തിനോട് പ്രതികരിക്കുന്നത് തടയാൻ ശ്രമിച്ച ഡൽഹി പോലീസിനോടാണ് MP രോഷാകുലനായത്. ഈ ചർച്ചകളിൽ ഭാഗവാക്കായിട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം വെടിയാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതല്ല പോലീസുകാർ MP-മാരുടെ മുമ്പിലാണ് വന്ന് പോലീസുകാരെ കുതിര കാണിക്കുന്നത്. ആ തോടെ रोको यार, इसमें क्या है? कुछ जल्दबाजी में क्या है? हम तो खड़ा है MP लोग. ये हाल इधर ഈ ഡൽഹി നഗരത്തിന്റെ ഹാൽ ഇതാണ്. ഇവന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഡൽഹി പോലീസും അർദ്ധസേനയും കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. MP-മാർക്ക് പോലും വഴിയടക്കാൻ പറ്റുന്നില്ല. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, ഡൽഹി പോലീസിന്റെ നരനായാട്ടൊക്കെ പറയാൻ തുടങ്ങിയാൽ ഈ മണിക്കൂറുകൾ നമുക്ക് മതിയാകില്ല. ഈ സമയം ജോൺ ബ്രിട്ടാസ് MP-യോടാണ് അവർ ഇത്തരത്തിൽ കയർത്ത് MP-യാണ് അവരോട് കയർത്ത് സംസാരിക്കുന്നുള്ളത്. അത് തന്നെ. അത് മാത്രമല്ല, നമ്മൾ ഈ മാർച്ചിന്റെ കൂടെ തന്നെയുള്ള വാർത്തകൾ കൂടെ സഞ്ചരി പലപ്പോഴും മാർച്ചിനെ തടസ്സപ്പെടും. മാത്രമല്ല, ഈ നെറ്റ്വർക്ക് പോലും നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് തത്സമയം അതായത് സംപ്രേഷണം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മാർച്ച് കഴിഞ്ഞ ശേഷം ഗാന്ധി സ്മൃതിയിൽ നിന്ന് തിരിച്ചു വന്ന അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് നമ്മൾ MP-മാരുടെ പ്രതികരണം എടുക്കുമ്പോൾ, അത് NK പ്രേമേന്ദ്രൻ അതുപോലെ തന്നെ സന്തോഷ് കുമാർ അതുവരെയൊക്കെ പ്രതികരണം എടുക്കുമ്പോൾ തന്നെ പോലീസ് തടയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ജോൺ ബ്രിട്ടാസ് പ്രതികരണം എടുക്കുമ്പോൾ പോലീസ് വളരെ ശക്തമായി തന്നെ പോലീസ് തടയാൻ ശ്രമിച്ചു. ഓണടിച്ച് വണ്ടി മുന്നോട്ട് എടുത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസിന് നേരെ വണ്ടി എടുത്തുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. അതിനാണ് ജോൺ ബ്രിട്ടാസ് വളരെ ശക്തമായി മുണ്ട് മടക്കി കൊത്തിക്കൊണ്ട് ഇതൊക്കെ MP-മാർ, ഇതാണ് ഡൽഹിയിലെ പോലീസ് രാജ്, ഇതാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികളുള്ള അവരുടെ നിലപാടുണ്ട്, ഇത് പട്ടാള ഭരണമാണോ തുടങ്ങി പോലീസിനെ അതിശക്തമായ ഭാഷയിൽ കയർക്കുകയും പോലീസിനോട് നടപടിക്കെതിരെ വളരെ വ്യക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. ന്യൂസ് മലയാളം സംഘത്തിനെ തടഞ്ഞ അല്ലെങ്കിൽ ഞങ്ങളെ തടയാൻ ശ്രമിച്ച പോലീസിനോടും അദ്ദേഹം വളരെ ശക്തമായി തന്നെ കയർത്തു. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പ്രതികരണം എടുക്കും, ഗാന്ധി സ്മൃതിയിൽ പ്രതികരണം എടുക്കുന്ന ആരും തടയാൻ കഴിയില്ല. ഈ രീതിയിൽ തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം നമുക്ക് നേരെ കാണിച്ചു തന്നു. ഇതൊരു നേർക്കാഴ്ചയാണ്. എന്താണ് ഡൽഹി പോലീസിന്റെ ഈ അതിക്രമം എന്ന് MP തന്നെ നേരിട്ട് കാണിച്ചു തരുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഇത് തന്നെയാണ് വിദ്യാർത്ഥികളോടും ചെയ്തത് എന്നാണ് ജോൺ ബ്രിട്ടാസ് MP അവിടെ പറഞ്ഞത്. അദ്ദേഹം അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെയുള്ള പോരാട്ടം ഉടൻ ശക്തമാക്കും എന്ന് തന്നെയാണ്. പോലീസിന്റെ യാതൊരുവിധ അതിക്രമത്തിനും തങ്ങൾ വഴങ്ങുകയില്ല, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും എന്ന് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് നമ്മളോട് വ്യക്തമാക്കിയത്.